ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഒന്നാമത്തെ ചാപ്റ്ററിനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ടൂൾസ് ആൻഡ് ടെക്നീക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ്, ഓർ ടൂൾസ് ഫോർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്. അപ്പോൾ അതിലെ ടൂൾസ് ഫോർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അനാലിസിസ് എന്നുള്ള ബേസിലല്ല, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന മുഴുവൻ ടൂൾസും എന്തൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും 5 ഹെഡുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയും ആ ഹെഡുകൾക്ക് താഴെ അല്ലെങ്കിൽ ആ ഹെഡുകൾക്കുള്ളിൽ വരുന്ന സബ് ഹെഡ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത്. കുറച്ചധികം പോയിൻറ്റ്സ് ഉണ്ട് അതിൽ. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് നിർത്തിയത് വാട്ട് ആർ ദ സ്കിൽസ് റിക്വയർഡ് ഫോർ എ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. എന്തൊക്കെ സ്കിൽസാണ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് ആവശ്യമായിട്ടുള്ളത്. നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ഒരുപാട് കാര്യങ്ങളിൽ അല്ലെങ്കിൽ കുറേ അധികം കാര്യങ്ങളിൽ ഒരു ഡിസിഷൻ മേക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ഒരു ഡിസിഷൻ മേക്കിംഗ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, സജഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. കുറേയൊക്കെ സജഷൻസ് നമ്മുടെ പേഴ്സണൽ ക്വാളിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതിന് കുറേ എക്സാമ്പിൾസൊക്കെ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വ്യക്തിപരമായ കഴിവുകൾ എന്തിനെ സ്വാധീനിക്കുന്നു, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ല മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന, നല്ലൊരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് കപ്പാസിറ്റി ഹൈ ആയിട്ടുള്ള ഒരാൾ വേണം നല്ല ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പം അന്ന് നമ്മൾ അതെടുക്കുന്ന സമയത്ത് പറഞ്ഞു നല്ലൊരു ബിസിനസ്മാൻ എന്തായിരിക്കണം, നല്ലൊരു ഫോർകാസ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം. അയാൾക്കറിയാം ഭാവിയിൽ സംഭവിക്കാനുള്ള അല്ലെങ്കിൽ ഭാവിയിൽ വരാവുന്ന ചേഞ്ചസ്. അയാളുടെ സ്വന്തം ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഭാവിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഏറെക്കുറെയൊക്കെ മുൻകൂട്ടി കാണാൻ സാധിക്കും. അത്തരമൊരു കപ്പാസിറ്റി മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനും ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നല്ലൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റായിട്ടുണ്ടായിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു. നല്ല ന്യൂമറിക്കൽ എബിലിറ്റി വേണം, ലോ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മെക്കാനിക്കൽ നോളജ്, മെക്കാനിക്കൽ എന്ന് പറയുന്നത് മെഷീനൈസ്ഡ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയത്. ഇന്ന് നമുക്ക് നോക്കേണ്ടത് സ്ട്രാറ്റജിക് റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സ്ട്രാറ്റജിക് റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് നോക്കാം നമുക്ക്. സ്ട്രാറ്റജിക് റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളിലേക്കുള്ള വിജയമല്ല. സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും ഷോർട്ട് ടേമും ലോങ് ടേമും കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജിക് തിങ്കിങ് അത്യാവശ്യമാണ്. മനസ്സിലായല്ലോ. ഇൻ എ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് ദ റോൾ ഓഫ് എ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഈസ് അണ്ടർഗോയിങ് ചേഞ്ച്. അല്ലേ, ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ റോളും എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഫ്രം നമ്പർ ക്രഞ്ചിങ് പ്രിപ്പയറർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ
ഒരു ചേഞ്ചസ് പഠിക്കുക എന്നുള്ളതിൽ അപ്പുറമായി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള നമ്പേഴ്സ് അനലൈസ് ചെയ്യുക എന്നുള്ളതിനപ്പുറമായി ടു ഹൈ ലെവൽ ഡിസിഷൻ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്. അതിൽ നിന്ന് ഹൈ ലെവൽ ഡിസിഷൻ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റായിട്ട് ഒരു ചേഞ്ച് ആർക്ക് വേണം? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് വേണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള, വളരെ എന്താ പറയുക, ടൈറ്റായിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, വളരെ കോമ്പറ്റീറ്റീവ് ആൻഡ് എന്താണ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസൊക്കെ ഉള്ള ഒരു ഗ്ലോബൽ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ടും എന്തുണ്ടായിരിക്കണം? ഒരു ക്രിയേറ്റീവ് തിങ്കിങ്, അല്ലെങ്കിൽ എന്താണ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, അത് കൃത്യമായിട്ട് വേണം. ദ മാനേജേഴ്സ് റിക്വയർ ലോങ് ടൈം തിങ്കിങ്. അവർക്ക് സ്ട്രാറ്റജിക്കായിട്ട് തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോങ് ടൈം തിങ്കിങ് ആവശ്യമാണ്. ഒന്നോ ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഉള്ള പ്ലാനിങ് അല്ല, ദൂരവ്യാപകമായിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാക്കാനും അതിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റിയും വേണം. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്ട്രാറ്റജി വൈസ് ആയിട്ടുള്ള തിങ്കിങ് ആൻഡ് പ്ലാനിങ് അത്യാവശ്യമാണ്. ലോങ് ടൈം തിങ്കിങ് ഇൻവോൾവ്സ് ആൻറ്റിസിപ്പേറ്റിംഗ് ചേഞ്ചസ് ആൻഡ് ഡിസൈനിങ് പ്രൊഡക്ഷൻ പ്രോസസ് ടു അക്കോമഡേറ്റ് എക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ കസ്റ്റമർ ഡിമാൻഡ്സ്. അപ്പോൾ ഇവിടെ ലോങ് ടൈം തിങ്കിങ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ചസ് വരുന്നത് മുൻകൂട്ടി കാണണം. ആൻഡ് ഡിസൈനിങ് പ്രൊഡക്ഷൻ പ്രോസസ്. നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ ഡിസൈൻ ചെയ്യണം. ഏതിനനുസൃതമായിട്ട്? ചേഞ്ചിങ് വേൾഡിന് അനുസൃതമായിട്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മുൻകൂട്ടി കാണാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. മുൻകൂട്ടി കാണാനുള്ള, ഇപ്പോൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ കമ്പനിയാണ് ITC, ഇന്ത്യൻ ടൊബാക്കോ കമ്പനി അല്ലേ? അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ അവർ ടൊബാക്കോ പ്രൊഡക്ട്സാണ് അവരുണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കമ്പനി എന്ത് ചെയ്യുന്നു? ഒരു ചേഞ്ചിങ് വേൾഡ്, അല്ലെങ്കിൽ എന്താണ്, മാറ്റം വരുന്ന സമയമായപ്പോൾ അത് എന്താണ്, ആളുകൾ ഒരുപാട് പേര്, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ആളുകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ ITC പല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഏരിയസിലേക്ക് മാറി. നോട്ട്ബുക്ക് ITCD ഉണ്ട്, അതുപോലെ തന്നെ സ്നാക്സ് ITCD ഉണ്ട്. അങ്ങനെ ഒരുപാട് ബിസ്ക്കറ്റ്സ്, ITCയുടെ ബിസ്ക്കറ്റ്സ് ഉണ്ട്. പല ഏരിയാസിലേക്ക് ITC എന്ത് ചെയ്യുന്നു? കമ്പനി പുതിയ മേഖലകളിലേക്ക് വന്നു. അപ്പോൾ ഈ കമ്പനി വെറുതെ ഇത്തരം മേഖലകളിലേക്ക് വന്നതല്ല. കമ്പനിക്ക് മനസ്സിലായ എന്താണ്? പുതിയ ഏരിയാസ്, പുതിയ ഡയറക്ഷനിൽ വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റെ ഒരു ഫങ്ഷൻ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ലോങ് ടേമിലേക്ക്, അടുത്ത ഒരു 5-10 വർഷത്തിലേക്ക് വരുന്ന ചേഞ്ചസിനെ മുൻകൂട്ടി കാണുന്നതിനും അതിനനുസൃതമായി പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ളൊരു കപ്പാസിറ്റി, ഇതിനെയാണ് ലോങ് ടൈം തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ട്രാറ്റജിക് പ്ലാനിങ് വളരെ, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ് വളരെ അത്യാവശ്യമാണ്. ഇനി എന്തൊക്കെയാണ് സ്ട്രാറ്റജിക് റോള് എന്നുള്ളതിന് നമുക്ക് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ പോയിൻറ്റ് സ്ട്രാറ്റജിക് പ്ലാനിങ് തന്നെയാണ്. എന്താണ് സ്ട്രാറ്റജി? എ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് സപ്പോർട്ട്സ് എ കമ്പനീസ് സ്ട്രാറ്റജിക് പ്ലാനിങ് ആക്ടിവിറ്റീസ്. Being skilled in the areas of managerial and cost accounting, the management accountant supports the generation of strategic roadmaps, high-level plans, and policies with information derived from the company's financial data. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഓൾറെഡി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ്. അപ്പോൾ ആ സ്കിൽഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിനെ കുറച്ചുകൂടി ഈ സ്ട്രാറ്റജിക് റോഡ് മാപ്പ് ഇതുവരെയുള്ള നമ്മുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനും അല്ലെങ്കിൽ ലോങ് ടേം ആയിരിക്കുമല്ലോ, അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാനും ഹൈ ലെവൽ പ്ലാൻസ് ആൻഡ് പോളിസീസ് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനും, മനസ്സിലായാലോ? അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? വിത്ത് ഇൻഫർമേഷൻ ഡിറൈവ്ഡ് ഫ്രം ദ കമ്പനീസ് ഫിനാൻഷ്യൽ ഡാറ്റ. കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റാസ് വെച്ച് അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനും ആർക്ക് സാധിക്കും? ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിന് സാധിക്കും. ദ റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദേ ആർ ഓഫൺ നോൺ ആസ് സ്ട്രാറ്റജിക് ബിസിനസ് പാർട്ട്നേഴ്സ് വിത്തിൻ ദെയർ ഓർഗനൈസേഷൻസ്. അപ്പോൾ ഇവരെ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്നുള്ള റോളിൽ മാത്രമല്ല, അവർ സ്ട്രാറ്റജിക് ബിസിനസ് പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിൽ കൂടി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് കുറച്ചുകൂടി എന്താണ് അവരുടെ റോള് കുറച്ചുകൂടി എന്താണ് വെറുമൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്നുള്ള രീതിയേക്കാൾ കുറച്ചുകൂടി ഹയറാണ് അവരുടെ റോൾ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഡോക്ടർ ഡോൺ ബാർക്കർ, ദ റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഈസ് management accountants will be presented with many opportunities for innovative actions in the global economic environment. In addition to their role of providing accurate, timely, and relevant information, management accountants will be expected to participate as business consultants and partners with management in the strategic planning process. According to Dr. Don Barker, management accountants will be presented with many opportunities for innovative actions. അപ്പോൾ ഇവിടെ ഡോൺ ബാർക്കറുടെ അഭിപ്രായത്തിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടൻ്റ് എന്നുള്ള രീതിയിലല്ല, അവർക്ക് ഒരുപാട് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ആക്ഷൻസൊക്കെ ഗ്ലോബൽ ഇക്കണോമിക് മൂവ്മെൻറ്റിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി വലിയ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റോളാണ് ആർക്ക് പറയുന്നത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് പറയുന്നു. ഇനി ആക്യുറേറ്റ് ആയിട്ടുള്ള, ടൈമിലി ആയിട്ടുള്ള, റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിൽ ഉപരിയായി മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് വിൽ ബി എക്സ്പെക്റ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ആസ് ബിസിനസ് കൺസൾട്ടൻസ്. അവരെന്ത് ചെയ്യുന്നു? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് വളരെ റിലവൻ്റ് ആയിട്ടുള്ള, ടൈമിലി ആയിട്ടുള്ള, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡാറ്റാസ് ബിസിനസ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് അവർ വർക്ക് ചെയ്യുന്നു. ബിസിനസ് കൺസൾട്ടൻസ് അല്ലേ? ബിസിനസ് കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഫ്യൂച്ചറിലേക്ക് ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ബിസിനസ് കൺസൾട്ടൻസ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അത് മാത്രമല്ല, ആൻഡ് പാർട്ട്നേഴ്സ് വിത്ത് മാനേജ്മെൻറ്റ് ഇൻ ദ സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സ്. ഇത് ബിസിനസ് കൺസൾട്ടൻസ് മാത്രമല്ല, അവരുടെ മാനേജ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ പാർട്ട്നേഴ്സ് പോലെ, പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ടു ഹാൻഡ് അല്ലെങ്കിൽ ഹാൻഡ് ബൈ ഹാൻഡ്, അത്രയും വളരെ അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ ഒരേ റെസ്പോൺസിബിലിറ്റിയുള്ള, മാനേജ്മെൻറ്റിനോളം തന്നെ റെസ്പോൺസിബിലിറ്റിയുള്ള ആളുകളെയായിട്ട് എന്ത് ചെയ്യുന്നു? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ പുതിയ റോൾ എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവർക്കൊരു ബിസിനസ് കൺസൾട്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ബിസിനസ് പാർട്ട്ണറൊക്കെ ആയിട്ട്, മാനേജ്മെൻറ്റ് ബിസിനസ് പാർട്ട്ണറൊക്കെ ആയിട്ടാണ് പുതിയ ഇന്നൊവേറ്റീവ് കണ്ടീഷൻസിൽ ആരുടെ റോൾ എന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ റോൾ. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ് ഇപ്പോഴത്തെ ബിസിനസ് കണ്ടീഷനിൽ. സ്ട്രാറ്റജിക് പ്ലാനിങ് വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മുൻപത്തെ പോലെയല്ല, ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഈ സമയത്ത്, ബിസിനസ് സമയത്ത് അല്ലെങ്കിൽ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് കണ്ടീഷൻസ് ഉള്ളിടത്ത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്, അതിനെന്ത് ചെയ്യണം? ഈ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിന് അപ്പുറമായിട്ട് ഒരു ബിസിനസ് കൺസൾട്ടൻ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണറായിട്ടോ, സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലെ ബിസിനസ് പാർട്ട്ണറായിട്ടോ മാനേജ്മെൻറ്റിനെ ആരെ കാണാൻ കഴിയും? ഈ അക്കൗണ്ടൻറ്റിനെ കാണാൻ കഴിയും. അതാണ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് പറയുന്നത്.
സെക്കൻഡ് പോയിന്റ്, സെറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ഗോൾസ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് സ്ട്രാറ്റജിക് റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നതിൽ ആദ്യത്തെ പോയിന്റ് സ്ട്രാറ്റജിക് പ്ലാനിങ് തന്നെയാണ്, ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ് വേണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ് സെറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ഗോൾസ്. Management accountants are able to collect the right type of data, analyze the data, and translate it into information that decision makers need to establish long-range profitability goals. For example, management accountants have access to their companies' financial data across the enterprises and down to business unit level. The financial information provided to senior leaders by managerial accountants allow them to reevaluate their products, pricing strategies, and assess their agreements among their distribution channel partners to maximize profits. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? സെറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ഗോൾസ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിന് കൃത്യമായിട്ട് അവരുടെ സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ ഡാറ്റാസും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേഖലകളിലെ ഡാറ്റാസും കൃത്യമായിട്ട് കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസ് വെച്ച് ഡിസിഷൻ മേക്കേഴ്സിനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ ആർക്ക് സാധിക്കും? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിന് സാധിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസിൻ്റെ ഡാറ്റാസും ആർക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം വെച്ച് ഇൻ്റർപ്രിട്ടേഷൻ നടത്തി, അനലൈസ് ചെയ്ത് ഇൻ്റർപ്രിട്ടേഷൻ നടത്തി അത് ആർക്ക് പാസ് ചെയ്യുന്നു? ഡിസിഷൻ മേക്കേഴ്സിന് പാസ് ചെയ്യുന്നു. അപ്പോൾ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? തീരുമാനങ്ങൾ എടുക്കുന്നത് മാനേജ്മെൻറ്റാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റിന് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എന്തുണ്ടായിരിക്കാം? പ്രോഫിറ്റബിലിറ്റി ഗോൾസ് ആർക്ക് സെറ്റ് ചെയ്യാം? ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇപ്പോൾ പുതിയ റോളിൽ വന്നിട്ടുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നേരത്തെയും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്തിരുന്നു? ഫിനാൻഷ്യൽ അനാലിസിസും അതുപോലെ തന്നെ ക്രൈറ്റീരിയാസും അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻസും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ മോഡേൺ ബിസിനസ് വേൾഡിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് എല്ലാ മേഖലകളിലും ഇറങ്ങിച്ചെല്ലുകയും ഇതിനെന്ത് ചെയ്യാണ്? പ്രോഫിറ്റബിലിറ്റി റോൾസ് അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഡയറക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രോഫിറ്റബിലിറ്റി സെറ്റിംഗ് ഗോൾസ് ആയിട്ട് തന്നെ ആർക്ക് പ്രൊവൈഡ് ചെയ്യണം? മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് ആരാണോ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇത് പുതിയ ഒരു റോളാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, സ്ട്രാറ്റജിക് റോളാണെന്ന് വേണമെങ്കിൽ പറയാം. തേർഡ് പോയിന്റ്, ക്രിയേറ്റിംഗ് അക്വസിഷൻ സ്ട്രാറ്റജി. It is the financial information provided by management accountants that support the decisions that help the company to reach its high-level goals. അപ്പോൾ അക്വസിഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏറെക്കുറെ അതിൻ്റെ എയിം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഹൈ ലെവൽ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. ദിസ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് റെഗുലർലി യൂസ്ഡ് ടു ക്രിയേറ്റ് അക്വസിഷൻ സ്ട്രാറ്റജീസ്. Acquisition strategies are used to identify ways to cut costs through consolidation and divestiture and to promote value creation for company investors by choosing winning business purchases. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഒരു റോളുള്ള എന്താണെന്ന് വെച്ചാൽ, അക്വിസിഷൻ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ്സിൻ്റെ എൻഹാൻസ്മെൻറ്റ് കൊണ്ടുവരിക. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക? കോസ്റ്റുകൾ കട്ട് ചെയ്യുക, വരുന്ന കോസ്റ്റുകൾ കട്ട് ചെയ്യുക. അപ്പോൾ അവിടെ പ്രൊഡക്ഷനിൽ കോസ്റ്റ് കട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്? ത്രൂ കൺസോൾട്ടേഷൻ ആൻഡ് ഡൈവെസ്റ്റിച്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, അങ്ങനെയുള്ള സ്ട്രാറ്റജി ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ IFRS പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് കൺസോൾട്ടേഷൻ ഓഫ് 1 or 2 കമ്പനീസ്. ഇപ്പോൾ മാർക്കറ്റിൽ നമ്മുടെ ഏറ്റവും വലിയ എതിരാളി
അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ വലിയ മാർക്കറ്റ് ഷെയറുള്ള മറ്റൊരു കമ്പനി നമ്മൾ പർച്ചേസ് ചെയ്യും. അങ്ങനെ പർച്ചേസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ കുറയ്ക്കുന്ന അല്ലെങ്കിൽ എന്താണ് സെയിൽസ് പ്രൈസ് കുറയ്ക്കുന്ന ഒരു മെത്തേഡിലേക്ക് പോവാതെ നമ്മുടെ കോമ്പറ്റീറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പീറ്ററെ പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടായിരിക്കുന്നു, കുറച്ചുകൂടി സ്പേസ് അവിടെ കിട്ടുന്നു. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ലൈൻ നമ്മൾ ഒഴിവാക്കുക. മനസ്സിലായി? അപ്പോൾ ഒഴിവാക്കുന്നതിലൂടെയോ കൺസോൾട്ടേഷൻ നടത്തുന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കുറച്ചുകൂടി ഫിനാൻഷ്യൽ സ്പേസ് കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുക. ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, മെനി ഇൻഡസ്ട്രീസ് കൺസിസ്റ്റ് ഓഫ് കമ്പനീസ് ദാറ്റ് ഫ്ലഡ് ദ മാർക്കറ്റ് വിത്ത് എക്സസ് ഇൻവെൻ്ററി വിച്ച് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ദ പ്രൈസസ് ഫോർ ഗുഡ്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ്. നമ്മളെന്ത് ചെയ്യുന്നു, ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, കോസ്റ്റ് റിഡക്ഷൻ കൊണ്ടുവരുന്നു. An acquisition strategy of a company may be to purchase a competing business, to penetrate a market, and to eliminate excess capacity issues through the consolidation of manufacturing efforts. അപ്പോൾ അവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നു. ഇനി എന്ത് പറയുന്നു, ബിഫോർ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ്സ് decide to move forward on such a strategy, they would consult with the management accountants to determine if the long-term results of their actions will produce the desired performance improvement. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് ഇതുമായിട്ട് അവരെടുക്കുന്ന ഇങ്ങനത്തെ കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഡൈവേസ്റ്റിച്ചറോ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ആരുമായിട്ട് കൺസൾട്ട് ചെയ്യണം, അക്കൗണ്ടൻറ്റുമായിട്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റായിട്ട് കൺസൾട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോള് കുറച്ചുകൂടി വ്യക്തമാണ്. അപ്പോൾ അക്വസിഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അക്വസിഷൻ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുൻപ് എന്ത് ചെയ്യുക, അത്തരം സ്ട്രാറ്റജികളിൽ കൂടി ആരുടെ പ്ലാനിങ് അത്യാവശ്യമാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ പ്ലാനിങ്. ചില സമയങ്ങളിൽ അത് ബെസ്റ്റ് ആയിരിക്കും, ചില സമയങ്ങളിൽ മോശമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് കൂടി ആർക്ക് പങ്കാളിയാവാം, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ റോളുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. 4ാമത്തെ പോയിൻ്റ്, സപ്പോർട്ടിംഗ് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾസ്. സപ്പോർട്ടിംഗ് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ എന്നാണ് പറഞ്ഞത്. റിസ്ക് മാനേജ്മെൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ പോയിൻ്റ് എന്താണെന്ന് നോക്കാം. വൺ വേ ദാറ്റ് ബിസിനസ് മോണിറ്റർ ദ സ്റ്റാറ്റസ് ആൻഡ് ഹെൽത്ത് ഓഫ് ദെയർ ആക്ടിവിറ്റീസ് ഈസ് ത്രൂ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റിസ്ക് of their activities is through the establishment of risk management processes and control mechanisms. Without the help of management accountants, a company's risk management functions would be largely depend on subjective data. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അറിയാം, നമുക്ക് നമ്മുടെ റിസ്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യണമെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിൻ്റെ ഡാറ്റാസ്, സബ്ജക്റ്റീവ് ഡാറ്റാസ് കൃത്യമായിട്ട്, അതായത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടത് അനലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. കോർപ്പറേറ്റ് ലീഡേഴ്സ് റിയലൈസ് ദാറ്റ് ദേ മസ്റ്റ് ക്വാണ്ടിഫൈ റിസ്ക് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ടു മേക്ക് ദം റിലവൻറ്റ് ആൻഡ് മെഷറബിൾ, ആൻഡ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് സപ്പോർട്ട് ദിസ് ഫംഗ്ഷൻ. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ റിസ്ക് അനാലിസിസിൽ കൃത്യമായിട്ട് നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ അനാലിസിസ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഉപയോഗിക്കാൻ സാധിക്കുന്നു. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിനെ കൺട്രോളിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കൂടി ആർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് വർക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ 5ാമത്തെ പോയിൻ്റ്, ഹെൽപ്പിംഗ് ഇൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് എന്താണെന്നുള്ള അറിയാലോ നമുക്ക്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്തു പോകുന്നു. ഇൻ എ ഡൈനമിക് എൻവയോൺമെൻറ്റ്, കമ്പനീസ് മസ്റ്റ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ടു റിമെയിൻ കോമ്പറ്റീറ്റീവ് ഓർ ടു ഗെയിൻ എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഹാസ് ദ ഗോൾസ് ഓഫ് ഡൂയിങ് ബെറ്റർ ദാൻ ബിഫോർ and doing better than competitors. Continuous improvement means the relentless pursuit of improvement in the delivery of value to customers
അപ്പോൾ കൃത്യമായിട്ട് പറയുന്നത് എന്താണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ? സാധാരണഗതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കമ്പനിയുടെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഒരു ബെറ്റർ പെർഫോമൻസ് ഈ വർഷം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ കാര്യമെടുത്ത് നോക്കുമ്പോൾ കമ്പനിക്ക് ബെറ്റർ പെർഫോമൻസ് ആണ് കമ്പനിക്ക് വരുന്നത്. 1. 2 എന്ന് പറയുന്നത് കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കമ്പനി. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ദ റിലൻലെസ് പെർസ്യൂട്ട് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദ ഡെലിവറി ഓഫ് വാല്യൂ ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് എന്ത് ചെയ്യുന്നു? ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇൻ പ്രാക്ടിക്കൽ ടേംസ്, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് മീൻസ് സെർച്ചിങ് ഫോർ വേസ് ടു ഇൻക്രീസ് overall efficiency by reducing waste, improving quality and reducing cost. അല്ലേ? അപ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ ടേംസിൽ ഇതൊക്കെ നമുക്ക് പറയുന്ന തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രാക്ടിക്കൽ ടേംസിൽ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് മീൻസ് സെർച്ചിങ് ഫോർ വേസ് ടു ഇൻക്രീസ് ഓവറോൾ എഫിഷ്യൻസി. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓവറോൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുള്ള വേസ് എന്ത് ചെയ്യുന്നു? നമ്മൾ സെർച്ച് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ എങ്ങനെയാണ് ഓവറോൾ എഫിഷ്യൻസി എങ്ങനെയാണ് വരിക? ബൈ റിഡ്യൂസിങ് വേസ്റ്റ്, ഇംപ്രൂവിങ് ക്വാളിറ്റി ആൻഡ് റെഡ്യൂസിങ് കോസ്റ്റ്. വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും വേസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടും? എന്ത് കുറയും? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, അല്ലേ? ദെൻ എന്ത് ചെയ്യുന്നു? മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക മാത്രമല്ല ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അല്ലേ? ക്വാളിറ്റിയിൽ ഒരു കുറവ് വരാൻ പാടില്ല. രണ്ടും ഒന്നിച്ച് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ദസ് continuous improvement is one of the important strategy for growth and prosperity in the present competitive environment. ഇപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാലോ, കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നു? പുതിയ കോസ്റ്റ് റിഡക്ഷൻ ടെക്നീക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. കോസ്റ്റ് റിഡക്ഷൻ ടെക്നീക്സ് സ്വാഭാവികമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ക്വാളിറ്റി കുറയും, അല്ലേ? ക്വാളിറ്റി കുറയുന്ന സമയത്ത് ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റ് ചെയ്യാനുള്ള നടപടികൾ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. ദെൻ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ വലിയ വലിയ കമ്പനികൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള സർവീസ് ശൃംഖലകൾ അവരെന്ത് ചെയ്യുന്നു? ഓപ്പൺ ചെയ്യുന്നു. അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽസ് സർവീസുകൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അവർക്കറിയാം കൊടുക്കുന്ന പ്രോഡക്റ്റുകളിൽ ചിലപ്പോൾ എന്ത് വരാം? മിസ്റ്റേക്ക് അല്ലെങ്കിൽ തെറ്റുകൾ വരാൻ സാധ്യത. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാനുള്ള സബ് സിസ്റ്റംസ് അവരെന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നു. ഇങ്ങനെ ഇപ്പോഴത്തെ സമയത്ത് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു പോയിൻ്റാണെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നു. Then management accountant plays an important role in the introduction and execution of continuous improvement in a business organization. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് വളരെ വലിയ റോളാണുള്ളത്. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിനെ സംബന്ധിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഒരുപാട് വലിയ റോളുണ്ട്. ഹി പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ദാറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ വേസ് ടു ഇംപ്രൂവ് ദ മെത്തേഡ് ഓഫ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ്, എന്തൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റുന്നത്. ദെൻ ഹി റിപ്പോർട്ട്സ് ഓൺ ദ പ്രോഗ്രസ് ഓഫ് ദ മെത്തേഡ്സ് ദാറ്റ് ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യം ഏതൊക്കെ മെത്തേഡുകളാണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടത് എന്ന് ആര് പറയുന്നു? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പറയുന്നു. രണ്ടാമത് എന്ത് ചെയ്യുന്നു? ആ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മെഷർ ചെയ്യുന്നു, അല്ലേ? ആദ്യം ഇൻഫർമേഷൻ കൊടുക്കുന്നു, ദെൻ എന്ത് ചെയ്യുന്നു? അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തൊക്കെ റിപ്പോർട്ടുകളാണ് അതിനെ പറ്റിയുള്ളത്? അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട്, അല്ലേ? എന്ത് രീതിയിലാണ് അത് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്, നടപ്പിലായത് എന്താണ്? He also plays a critical role by developing a control system that remains and maintains any improvements realized. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമാണ്. കാരണം ഏതൊക്കെ മെത്തേഡ്സ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടത്, ഏതൊക്കെ മെത്തേഡുകളിൽ പോയിട്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തേണ്ടത്, ഇതാര് പറഞ്ഞു തരുന്നു? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പറഞ്ഞു തരുന്നു. 2, ഇതിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അദ്ദേഹം തയ്യാറാക്കുന്നു. എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്, എന്താണ് നടപ്പിലായത്, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് മെത്തേഡ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇതിനെന്ത് ചെയ്യുന്നു? ഒരു കൺട്രോളിങ് ആക്ടിവിറ്റീസ് കൂടി മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ കൺട്രോളിങ് ആക്ടിവിറ്റി കൂടി നമ്മൾ ഇതിൽ നിന്ന് വഴിമാറി പോകുന്നുള്ള, അതായത്
ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ചില കൺട്രോളിങ് മെഷേഴ്സ് കൂടി ആരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോൾ അവിടെയാണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ റോള് ഇത്രമാത്രം ഫലവത്താകുന്നത്. Thus, in today's business world, management accountant has a tremendous role for formulating, implementing and evaluating strategies in a business enterprises. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാൻസും പ്രോഗ്രാംസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്തുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇത് കൃത്യമായിട്ട് മോഡേൺ ബിസിനസ് വേൾഡിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ കൂടി റോളാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ 5 പോയിൻറ്റ്സ് ഉണ്ട് എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന, എന്ത് തെളിയിക്കുന്ന, സ്ട്രാറ്റജിക് റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൂവ് ചെയ്യുന്ന 5 പോയിൻറ്റ്സ് ആണുള്ളത്. അത് കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. ഇത് കുട്ടികൾ ഡിഗ്രിക്ക് പഠിക്കാത്ത പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പോയിൻറ്റ്സ് കൂടുതൽ പഠിച്ചു വയ്ക്കാൻ നമുക്കത് ആവശ്യം വരും. പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന പോയിൻറ്റുകളാവില്ല നേരത്തെ പഠിക്കാത്ത കാരണം കൊണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പഠിക്കാത്ത പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ നോക്കുക. അടുത്ത ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഏറെക്കുറെ ഫങ്ഷൻസൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എങ്കിലും എന്താണ് ഫങ്ഷൻസ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നോക്കേണ്ടി വരും. എന്താണ് നോക്കാം നമുക്ക്. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഡിസൈൻസ് ദ ഫോർമാറ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് കൺട്രോൾ റിപ്പോർട്ട്സ്. These reports are presented before each level of management with the most useful data at the most appropriate time. അപ്പോൾ ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അറിയാലോ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഏരിയ എന്നുള്ളത്. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് കൺട്രോൾ റിപ്പോർട്ട്സ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു, അത് പ്രസൻറ്റ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരത് വായിക്കുന്നു, മനസ്സിലാക്കുന്നു. മോർ ഓവർ ഹി എഡ്യൂക്കേറ്റ്സ് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സ് ദ വേ ഓഫ് യൂസിങ് റിപ്പോർട്ട്സ്. ഹെൻസ് സംടൈംസ് ഹി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ചീഫ് ഇൻ്റലിജൻസ് ഓഫീസർ ഓഫ് ദ ടോപ്പ് മാനേജ്മെൻറ്റ്. Management accountant gathers information, breaks it down and organizes it into meaningful categories. Moreover, he separates relevant and irrelevant information and then ranks the relevant information according to the degree of importance to the management. The first rank information or first ranked information is supplied to management immediately. Likewise, last rank scoring information is presented before the management as and when required. In short, management accountant is the person preparing the information according to the needs of the management in an intelligible form and submitted at a required time. He is problem solver. He is a problem solver. He can teach the management to be proactive with issues that may come up. Management accountant is otherwise called chief accountant, chief accounts officer, controller of accounts, finance controller, finance director, chief intelligence officer, finance manager and financial advisor. ഇവിടെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് പറയുന്ന അല്ലെങ്കിൽ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഇനീഷ്യലി ഒരു ഒരു അനലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ ആണ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് ഡാറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം. പക്ഷെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഇൻ്റർപ്രിട്ടേഷൻസ് ബിസിനസ്സിൻ്റെ പല ലെവൽസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും അവരൊക്കെ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റാസായിട്ട് കണക്കാക്കുകയും അത് ആക്സെപ്റ്റ് ചെയ്യുകയും അത് വളരെ വലിയ രീതിയിൽ തന്നെ കാരണം അവരുടെ ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ്. അപ്പോൾ വലിയ രീതിയിൽ അതിനെ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകും. ഇനി ചില സമയങ്ങളിൽ ചില പ്രത്യേക ഡിസിഷൻസ് മാനേജ്മെൻറ്റിനെ
എഡ്യൂക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ ഇംപ്രസ് ചെയ്യേണ്ട ചില അവസരങ്ങൾ ആർക്ക് വന്നു ചേരും? ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് കണ്ടുപിടിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ പോരാ, അല്ലെങ്കിൽ റിപ്പോർട്ട് പോരാ. അത് കൃത്യമായിട്ട് മാനേജ്മെൻറ്റിലെ ഓരോ വ്യക്തികളുടെ ഇടയിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒരു ക്ലാസ് പോലെ തന്നെ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പോലെ തന്നെ വേണ്ടി വന്നേക്കാം. കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു ചീഫ് ഇൻ്റലിജൻസ് ഓഫീസറുടെ ഒരു പദവിയാണ് ആർക്കുള്ളത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനുള്ളത്. ഇനി ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനും, റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണ്, ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്, അങ്ങനെ ഡിവൈഡ് ചെയ്യാനും, ഇനി റിലവൻ്റ് ആയിട്ടുള്ള അതിനെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാനും, കൃത്യമായിട്ടുള്ള ഹൈറാർക്കി കൊണ്ടുവരാനും, ആദ്യം എടുക്കേണ്ടത് എന്താണെന്നും അത് എപ്പോൾ എടുക്കണമെന്നുള്ളതും കൃത്യമായിട്ടുള്ള സമയം എപ്പോഴാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെയുള്ള ഡീറ്റെയിൽസ് ചിലപ്പോൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും? ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനെ പ്രൊവൈഡ്. അപ്പോൾ ഓരോ ഇൻഫർമേഷൻസും ആവശ്യമുള്ളതാണോ അത്യാവശ്യമില്ലാത്തതാണോ അത് ഡിവൈഡ് ചെയ്യുന്നു. ആവശ്യമുള്ളത് തന്നെ റാങ്കിങ് സിസ്റ്റത്തിലൂടെ ഫസ്റ്റ് റാങ്ക്ഡ് എന്താണ്, അടുത്തതെന്താണ്, അങ്ങനെ റാങ്കിങ് സിസ്റ്റത്തിലൂടെ മാനേജ്മെൻറ്റിൻ്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യാനും ആർക്ക് സാധിക്കുന്നു? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് സാധിക്കും. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനെ പല രീതിയിൽ നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് ഫങ്ഷൻ ചെയ്യാം. ചിലപ്പോൾ ചീഫ് ഓഫീസറായിരിക്കാം, അക്കൗണ്ടൻ്റ് ആയിരിക്കാം, അക്കൗണ്ട്സ് ഓഫീസറായിരിക്കാം, കൺട്രോളർ ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കാം, ഫിനാൻസ് കൺട്രോളർ ആയിരിക്കാം, ഫിനാൻസ് ഡയറക്ടർ ആയിരിക്കാം. ഇങ്ങനെ വേരിയസ് ലെവലിൽ അല്ലെങ്കിൽ വേരിയസ് പൊസിഷനിൽ ആരെ കാണാം? ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനെ കാണാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ചുരുക്കി എന്തൊക്കെയാണ് ഫങ്ഷൻസ് നോക്കാം. ഒന്ന്, പ്ലാനിങ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഹാസ് ടു പ്ലാൻ ദ അക്കൗണ്ടിങ് ഫങ്ഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. പ്ലാനിങ് ഓഫ് അക്കൗണ്ടിങ് ഫങ്ഷൻസ് ആണ് കേട്ടോ ഓർഗനൈസേഷൻ ഹി റെപ്രസെൻറ്റ്സ്. ദ പ്ലാനിങ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം ഷുഡ് കവർ സ്റ്റാൻഡേർഡ് ഓഫ് കോസ്റ്റ്, സെയിൽസ് ഫോർകാസ്റ്റ്, production planning, profit planning, allocation of resources, capital budgeting, and short-term and long-term financial planning. Moreover, he has to prepare the necessary procedures to implement the plan effectively. അപ്പോൾ ഇവിടെ ഒരു 2 സെൻറ്റൻസിൽ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു. പക്ഷേ വളരെ ബ്രോഡായിട്ടുള്ള ടേമാണത്, അല്ലേ? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യണം? അവരുടെ ഓർഗനൈസേഷനിലെ സിസ്റ്റംസ് പ്ലാൻ ചെയ്യണം, അക്കൗണ്ടിങ് ഫങ്ഷൻ പ്ലാൻ ചെയ്യണം. അക്കൗണ്ടിങ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ, അല്ലേ? സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ കവർ ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല, വലിയ കാര്യം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സെയിൽസ് ഫോർകാസ്റ്റ്. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അവിടെയൊക്കെ സെപ്പറേറ്റ് അക്കൗണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഒന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലേ? സെയിൽസ് ഫോർകാസ്റ്റ്, അടുത്ത വർഷമുള്ള സെയിൽസ് ഫോർകാസ്റ്റ് അറിഞ്ഞാലേ നമുക്കതിൻ്റെ ബേസിൽ നമുക്ക് പ്രൊഡക്ഷൻ ഫോർകാസ്റ്റ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ബേസിലാണ് നമുക്ക് പ്രൊഡക്ഷൻ മെറ്റീരിയൽസിൻ്റെ ഫോർകാസ്റ്റ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ബേസിലാണ് പ്രൊഡക്ഷൻ മെറ്റീരിയൽ കോസ്റ്റ് ഫോർകാസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്ഷൻ പ്ലാനിങ്, പ്രോഫിറ്റ് പ്ലാനിങ്, പ്രോഫിറ്റ് എത്രയുണ്ടാകുന്നു, അല്ലേ? അപ്പോൾ സെയിൽസ് ഫോർകാസ്റ്റ് അറിഞ്ഞാലാണ് നമുക്ക് പ്രൊഡക്ഷൻ പ്ലാനിങ് നടത്താൻ പറ്റുള്ളൂ. വ്യക്തമാണത്, അല്ലേ? അടുത്ത വർഷം എത്ര യൂണിറ്റ് സെയിൽസ് നടത്താൻ പറ്റും എന്ന് നോക്കിയിട്ടാണ് നമുക്ക് ആ സെയിൽസിൻ്റെ ബേസിലാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നത്. ദെൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, അല്ലേ? നമ്മുടെ കയ്യിൽ നമുക്ക് എന്താണ്, നമുക്കറിയാലോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് അറിയാം, അല്ലെങ്കിൽ ആരാണോ സാലറീഡ് പേഴ്സൺ അവർക്കറിയാം ബഡ്ജറ്റ് എന്താണെന്നുള്ളത്. അങ്ങനെ ബഡ്ജറ്റ് വരുമ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ വരും. ഒരു വീട്ടിൽ 3 മക്കളുള്ള ഒരു വീടാണെങ്കിൽ 3 മക്കൾക്കും ഓരോ ആവശ്യങ്ങളുണ്ടാവും. അവരുടെ ഫീസ് ഉണ്ടാവും, അവരുടെ വലിയ ക്ലാസ്സിലേക്കുള്ള അഡ്മിഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്ന ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, റിസോഴ്സസ് കുറവേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രയോറിറ്റി ഉള്ള ആവശ്യങ്ങൾക്ക്,
അത്യാവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഉള്ള റിസോഴ്സസിനെ ഫലപ്രദമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അല്ലേ? ഇപ്പോൾ ഒരു സംസ്ഥാനം, കേരള സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സെക്ഷൻസ് ഉണ്ട് അല്ലേ? ആഭ്യന്തര സെക്ഷനുണ്ട്, റവന്യൂ സെക്ഷനുണ്ട്, അങ്ങനെ ഓരോ സെക്ഷൻസ് ഉണ്ട്. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും സെക്ഷൻസൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷെ അതിനുള്ള റിസോഴ്സസ് ഗവൺമെൻറ് കയ്യിലുണ്ടാവണം, മുഴുവനായിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. അത്യാവശ്യമുള്ള ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഉള്ള റിസോഴ്സസിനെ വളരെ ഇക്കണോമിക്കലായിട്ട് എഫക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ അത് കമ്പനികളായാലും അങ്ങനെ തന്നെയാണ്. റിസോഴ്സസ് അലോക്കേഷൻ അല്ലെങ്കിൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ്, കാര്യമാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലേ? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എങ്ങനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നടത്തുക? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുമ്പിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അതിൽ നിന്നൊരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ് ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഗുഡ് റിട്ടേൺ കിട്ടണം, അതുമാത്രമല്ല പെട്ടെന്ന് റിട്ടേൺ കിട്ടണം അല്ലേ? ഒരെണ്ണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് റിട്ടേൺ കിട്ടുക. ഒരു ഐറ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞ് റിട്ടേൺ കിട്ടും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുക 5 കൊല്ലം കഴിഞ്ഞ് റിട്ടേൺ കിട്ടുന്ന ഓൾട്ടർനേറ്റീവാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ അത്തരം കാര്യങ്ങൾ വരുന്നു. ദെൻ എന്താണ് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മാത്രമല്ല അതിൻ്റെ കൂടെ വരുന്ന എന്താണ്, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ്. നമുക്ക് ഒരു വർഷത്തേക്കുള്ളതിനെ ഷോർട്ട് ടൈം എന്ന് പറയാം, അതിനപ്പുറത്തേക്കുള്ളതിനെ ലോങ് ടേം, അങ്ങനെ വരുന്ന ഫിനാൻഷ്യലായിട്ടുള്ള പ്ലാനുകൾ. മനസ്സിലായല്ലോ? ഇനി മാത്രമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് മോർ ഓവർ ഹി ഹാസ് ടു പ്രിപ്പയർ ദ നെസസറി പ്രൊസീജിയേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻ എഫക്റ്റീവ്ലി. അദ്ദേഹം എന്ത് ചെയ്യണം, ഈ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയാൽ മാത്രം പോരാ, ഇതൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും അദ്ദേഹം തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പ്ലാനിങ് ഓഫ് അക്കൗണ്ടിങ് ഫങ്ഷനാണ് നമ്മൾ ഇത്രയും പറഞ്ഞ വലിയ പോയിൻ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുക. ഒരു ചെറിയ പോയിൻ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര വേണമെങ്കിലും എഴുതാൻ പറ്റും. അത്രയും വാസ്റ്റ് ഏരിയാസ് കവർ ചെയ്യുന്ന പോയിൻ്റാണ് പ്ലാനിങ് ഓഫ് അക്കൗണ്ടിങ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പി ജിക്കൊക്കെ ആകുമ്പോൾ നമുക്കറിയാലോ, ഒരു കുറച്ചൊന്നും എഴുതിയാൽ പോരാ, കുറച്ചധികം എഴുതണം അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്ര പേജ് വേണമെങ്കിൽ എഴുതാം. മനസ്സിലായാലോ? ചെറിയ പോയിൻ്റാണ്, എത്ര പേജ് വേണമെങ്കിൽ ലെങ്തി ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നൊരു പോയിൻ്റാണ്, അത് ശ്രദ്ധിക്കുക. 2 കൺട്രോളിങ്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺട്രോളിംഗ് ആണ്. ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഹാസ് ടു മെഷർ ദ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് കമ്പയർ വിത്ത് സ്റ്റാൻഡേർഡ്. Based on this comparison, he has to find the differences and interpret the results of operation and submit the same to all levels of management. This is done through appropriate accounting reports for controlling. അപ്പോൾ ഇവിടെ കൺട്രോളിങ്ങിൽ പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ട്, ബഡ്ജറ്ററി കൺട്രോളിൽ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ട് മെത്തേഡും കൺട്രോളിങ്ങിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ്. സെയിം സിസ്റ്റമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തിട്ട് വേണം സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാൻ. അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡേർഡ് വേണം. ആ സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതും കൺട്രോളിങ് അടക്കമുള്ള ഭാഗത്തിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്താലാണ് നമുക്ക് എന്താണ് ഇതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു യാർഡ് സ്റ്റിക്ക് ആണെന്ന് പറയാൻ കാരണം. മനസ്സിലായാലോ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒരു യാർഡ് സ്റ്റിക്ക് ആണെന്ന് പറയാനുള്ള കാരണം അതാണ്. കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് നടത്തണം. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുകയും സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുകയും, അപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നു. ഇത് കുറവാണോ, കൂടുതലാണോ, ബെറ്റർ ആണോ, അല്ലെങ്കിൽ എന്താണ് മോശമാണോ എന്നറിയാൻ പറ്റുന്നു. അങ്ങനെ മനസ്സിലായിക്കഴിഞ്ഞാൽ, അങ്ങനെ കമ്പയർ ചെയ്തതിന് ശേഷം അവിടെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ, ഡിഫറൻസസ് ഉണ്ടെങ്കിൽ, അത് ചിലപ്പോൾ പോസിറ്റീവ് ആവാം. 8 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ജോലി ചില ആളുകൾ 6 മണിക്കൂർ കൊണ്ട് തീർത്തു. അവിടെ ഡീവിയേഷൻ ഉണ്ട്, പക്ഷേ നല്ല ഡീവിയേഷനാണ്, പോസിറ്റീവ് ഡീവിയേഷനാണ് അല്ലേ? അത് ഇൻഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റ് എന്തുണ്ടായിരിക്കും, അത്തരം ആളുകൾക്ക് മറ്റ് എന്താണ് അഡീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടത്തക്ക രീതിയിലായിരിക്കും അതിൻ്റെ കാര്യം വരിക. അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹവും അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളുടെയും എഫിഷ്യൻസി കുറയും. അപ്പോൾ എഫിഷ്യൻസി കൃത്യമായിട്ട് നമ്മൾ
അത് ഇവാലുവേറ്റ് ചെയ്യുകയും അതിൻ്റെ പെർഫോമൻസ് മെഷർമെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് അവർക്ക് അതിൻ്റെ പെർഫോമൻസിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടുകയും വേണം. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ബേസ് എന്താണെന്ന് വെച്ചാൽ എല്ലാ മേഖലകളിലും, ഇപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള മേഖലകളിലാണെങ്കിൽ പോലും അതിൻ്റെ പെർഫോമൻസ്, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുകയും അത് സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്യുകയും അതിൻ്റെ ഡിഫറൻസസ് എന്താണെന്ന് മനസ്സിലാക്കി അത് റിപ്പോർട്ടുകളായിട്ട് ഇൻ്റർപ്രിട്ടേഷനായിട്ട് പല ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് അടുത്തെത്തുകയും അത് കൺട്രോളിങ് ബേസിന് അല്ലെങ്കിൽ കൺട്രോളിന് പറ്റിയ അല്ലെങ്കിൽ കൺട്രോളിങ്ങിൻ്റെ ഒരു ഡയറക്ഷനായിട്ട് അത് എടുക്കുകയും ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കൺട്രോളിങ് ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ് ആരുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ. അപ്പോൾ ഇതിൽ നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഫങ്ഷൻസിൽ 2 പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് പോയിൻ്റ് കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു.